എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മൂകാംബിക വാണിയിലേക്ക് സ്വാഗതം. വൈശാഖ പൂർണിമ. ഈ വർഷത്തെ വൈശാഖ പൂർണിമ മെയ് 1 വെള്ളിയാഴ്ചയാണ്. വളരെ ശുഭകരവും പവിത്രവുമായ ഒരു ദിനമാണ് വൈശാഖ പൂർണിമ. വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രവും പൗർണമിയും കൂടെ ഒത്തുവരുന്ന ദിവസമാണ് വൈശാഖ പൂർണിമ. അന്നേ ദിവസം മഹാവിഷ്ണു ഭജനത്തിനും മഹാലക്ഷ്മി ഭജനത്തിനും വളരെ ഉത്തമമാകുന്നു. അന്നേ ദിവസം ഗൗതമ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം കൂടിയായതിനാൽ ബുദ്ധപൂർണിമയായും വൈശാഖ പൂർണിമ അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ട് അന്നേ ദിവസം സത്യനാരായണ പൂജ നടത്തുന്നത് വളരെ ഫലപ്രദമാണ്. സത്യനാരായണ വ്രത കഥ പാരായണം ചെയ്യുന്നത് ആരോഗ്യം, സമ്പൽ സമൃദ്ധി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉത്തമമാകുന്നു. അതുപോലെ പൗർണമി ദിവസം മാതൃസ്വരൂപിണിയായ ത്രിപുരസുന്ദരിയും ആദിപരാശക്തിയുമായ ദുർഗാദേവിയെ ഭജിക്കാൻ വളരെ ഉത്തമമായ ദിവസമാണ്. അന്നേ ദിവസം പൗർണമി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദുർഗാദേവിയെ പൂജിക്കാം. എല്ലാ പൗർണമിക്കും വ്രതമെടുക്കാം. ഓരോരോ പൗർണമിക്ക് ഓരോ ഫലങ്ങളാണ്. ഇടവമാസത്തിലെ പൗർണമി വ്രതം വിവാഹ തടസ്സം മാറുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനും വളരെ ഉത്തമമാണ്. അതുപോലെ ദുർഗാദേവി ഭജനം ദുഃഖനാശത്തിനും ഐശ്വര്യ പ്രാപ്തിക്കും വളരെ ഉത്തമമാകുന്നു. അതുപോലെ ചന്ദ്രദശാകാല ദോഷകാഠിന്യം കുറയ്ക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച ലഭിക്കുവാനും പൗർണമി വ്രതം എടുക്കാം. ജാതകവശാൽ ചന്ദ്രന് ബലക്കുറവുള്ളവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. മിക്ക ദുർഗാക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പൗർണമി അതിവിശേഷമായി ആചരിക്കപ്പെടുന്നു. ദുർഗാദേവിക്ക് മാത്രമല്ല, ഗണപതി ഭഗവാനും വിശിഷ്ടമായ ദിനമാണ് പൗർണമി ദിവസം, അതായത് വൈശാഖ പൂർണിമ. അന്നേ ദിവസം സത്യവിനായക പൂർണിമ എന്നും അറിയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം വിനായക പൗർണമി വ്രതമെടുത്താണ് കുചേലൻ ദാരിദ്ര്യമുക്തി നേടിയത് എന്ന് ഐതിഹ്യം. അന്നേ ദിവസം ദുർഗാദേവിയെ ഭജിക്കാനായി ലളിതാ സഹസ്രനാമത്തിൽ പരം വേറെ ഒരു ജപമില്ല. ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കാൻ എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുള്ളവർ, സമയക്കുറവുള്ളവർ ഒക്കെ ശ്രീ ലളിതാ പഞ്ചവിംശതി സ്തോത്രമോ നാമാവലിയോ ജപിക്കാം. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന അതേ ഫലം അതിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ ദേവീക്ഷേത്രങ്ങളിൽ വിളക്ക് പൂജ, അതായത് ഐശ്വര്യ പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ്. അതിരാവിലെ സ്നാനം കഴിഞ്ഞ് വിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുക. ഒരിക്കലെടുത്തോ അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസത്തോടെ വ്രതമെടുക്കാം. പൂർണ്ണചന്ദ്രനെ അന്നേ ദിവസം കണ്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കുറച്ച് നിമിഷം ചന്ദ്രൻ്റെ നിഴൽ ശരീരത്ത് പതിക്കത്തക്ക വിധം രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുക.